UDF-നെ 2026 ഏതു വിധേനയും അധികാരത്തിലെത്തിക്കുക എന്ന ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ ലാൻഡ് ചെയ്തിരിക്കുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ് സുനിൽ കനകലു എന്ന് പത്രമാധ്യമങ്ങൾ പറയുന്നു. 2026 UDF-നെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഡു ഓർ ഡൈ എന്ന സിറ്റുവേഷനാണ് നിൽക്കുന്നത്. സ്ട്രാറ്റജി എന്ന് പറയുമ്പം ആദ്യം ആ മണ്ണ് അറിയാൻ പറ്റണം. സുനിൽ കനകലു കേരളത്തിലെ കോൺഗ്രസിനെ പറ്റിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുമോ? കാൻഡിഡേറ്റ് ആക്കുന്നതിന് പൈസ ചോദിച്ചിട്ട് സീറ്റ് കച്ചവടം നടത്തുന്നതിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സുനിൽ കനകലു കോൺഗ്രസിൻ്റെ അടുത്തും പൈസ മേടിക്കുന്നുണ്ട്, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് പൈസ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ഇത്തവണ അവർക്ക് ഭരണം പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ തീർന്നു ഇന്ത്യയിൽ. പിന്നെ കർണാടകയിലും തിരിച്ചുവരവുണ്ടാവില്ല, തെലുങ്കാനയിലും തിരിച്ചുവരവുണ്ടാവില്ല. ഈ 2026 തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുകളുമായിട്ട് UDF അധികാരത്തിൽ വരുമെന്ന് ഈ സുനിൽ കനകലു പറഞ്ഞ വാക്ക് കേട്ടിട്ടാണെങ്കിൽ അത് ഭൂലോക വിഡിതരായിട്ട് മാറും. രാജൻ ഭായ് നമസ്കാരം. നമസ്കാരം. കേരളത്തിലെ UDF-നെ 2026 ഏതു വിധേനയും അധികാരത്തിലെത്തിക്കുക എന്ന ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിൽ ലാൻഡ് ചെയ്തിരിക്കുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ് സുനിൽ കനകലു എന്ന് പത്രമാധ്യമങ്ങൾ പറയുന്നു. കോൺഗ്രസ് നേതൃത്വം പോലും ഇത് വിശ്വസിക്കുന്നുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. തെലുങ്കാനയിൽ അദ്ദേഹം നേട്ടമുണ്ടാക്കി എന്ന കാര്യത്തെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ കർണാടകയിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും കോൺഗ്രസ് പാർട്ടിയെയും സിദ്ധരാമയ്യയും DK ശിവകുമാറിനെയും AICC നേതൃത്വത്തെയൊക്കെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 2026 UDF-നെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ഡു ഓർ ഡൈ എന്ന സിറ്റുവേഷനാണ് നിൽക്കുന്നത്. ഈ സിറ്റുവേഷനിൽ വളരെ ആധികാരികമായി കൃത്യമായ ബോധ്യത്തോടുകൂടി പറയുന്നു, സുനിൽ കനകലു കേരളത്തിലെ കോൺഗ്രസിനെ പറ്റിക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുമോ? സുനിൽ കനകലു ആണെങ്കിലും പ്രശാന്ത് കിഷോർ ആണെങ്കിലും ഒക്കെ ഈ വരുമ്പം ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. പണ്ട് നമ്മുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അതൊരു പ്രൊഫഷൻ രീതിയിലാണ് പോകുന്നത്. പണ്ട് രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇലക്ഷൻ മാനിഫെസ്റ്റോ ഉണ്ടാവും, അതാണ് ഇവരുടെ ഒരു അജണ്ടയായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അതേപോലെ തന്നെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നന്നായിട്ട് പണിയെടുക്കും, നാട്ടിലിറങ്ങി പണിയെടുക്കും, ആളുകളെ സംഘടിപ്പിക്കും, സമരപ്രവർത്തനങ്ങൾ നടത്തും, ഭരണപക്ഷത്തെ വിമർശിക്കും. ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ പിന്നീട് മാറ്റം വരുന്നത് വാജ്പേയിയുടെ സമയത്താണ്. വാജ്പേയിയുടെ സമയത്ത് പൊക്രാനിൽ അണുപരീക്ഷ നടത്തിയിട്ട് അത് മാർക്കറ്റ് ചെയ്യുകയും ഇന്ത്യ ഷൈനിങ് എന്നുള്ള മുദ്രാവാക്യം കൊണ്ടുവരികയൊക്കെ ചെയ്തത്. ഇന്ത്യ ഷൈനിങ് എന്നുള്ള മുദ്രാവാക്യം മോശമാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഇപ്പോൾ LDF വരും, എല്ലാം ശരിയാകുന്ന പറഞ്ഞ് എല്ലാം ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും മലയാളികളെ മുഴുവൻ ശരിയാക്കിക്കൊണ്ടിരിക്കുക. അപ്പം ആ ഒരു ക്യാപ്ഷൻ ആ ഇലക്ഷനിൽ നല്ല ഗുണം ചെയ്തിട്ടുണ്ട്. അത് അവരുടെ PR വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് മൈത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പം ഞാൻ പറയുന്ന ഈ ഇലക്ഷൻ സ്ട്രാറ്റജി എന്ന് പറയുമ്പം ആദ്യം ആ മണ്ണ് അറിയാൻ പറ്റണം, മനസ്സ് വായിക്കാൻ പറ്റണം. സുനിൽ കനകലൊക്കെ നമ്മളൊക്കെ അറിഞ്ഞിടത്തോളം വെച്ച് ഇപ്പോഴേ ഞാൻ നിന്നെ പ്ലേസ് ചെയ്യാം, ഇത്ര CR എനിക്ക് വേണം എന്ന് പറയാൻ തുടങ്ങുക. കാരണം മൊത്തത്തിലുള്ള ഈ കരാർ ഏറ്റെടുത്തതിന് ആ പാർട്ടിയുടെ അടുത്ത് പൈസ മേടിക്കുന്നു. അതിന് പുറമെ അദ്ദേഹം ഇന്ന ആളെ നിർത്തിയാൽ ജയിക്കുമെന്ന് പറഞ്ഞ് അത് വിശ്വസിക്കുന്ന പൊട്ടന്മാരാണ് അപ്പുറത്തുള്ളത്. അപ്പം ഞാൻ നിന്നെ പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്യുന്നതിന്, കാൻഡിഡേറ്റ് ആക്കുന്നതിന്, ജയിപ്പിക്കുന്നതിനല്ല, കാൻഡിഡേറ്റ് ആക്കുന്നതിന് പൈസ ചോദിച്ചിട്ട് സീറ്റ് കച്ചവടം നടത്തുന്നതിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് ഇവർ മനസ്സിലാക്കുന്നില്ല. AICC നേതൃത്വം മനസ്സിലാക്കുന്നില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതോ ഇനി വേണുഗോപാലിന്റെ മനസ്സിലായിട്ടും അറിയാത്ത ഭാവം നടിക്കണോ? രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AICC നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും അല്ലെങ്കിൽ UDF നേതൃത്വവും പരിശോധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സുനിൽ കനകലു ഇവർക്ക് മുമ്പിൽ കൊടുക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള അനലിറ്റിക്സ് ഉണ്ട്. ഈ അനലിറ്റിക്സ് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണോ അല്ലയോ എന്ന് നോക്കുക. പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഡാറ്റയാണ് AICC നേതൃത്വത്തിനും കോൺഗ്രസ് നേതൃത്വത്തിനും നൽകുന്നതെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഒരു സാമാന്യ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഫേക്ക് ഡോക്യുമെന്റ്സ് ആണ്, ഒരു ഫേക്ക് അനലിറ്റിക്സ് ആണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കേരളത്തിലെ പഞ്ചായത്ത് തിരിച്ചും കേരളത്തിലെ ബൂത്ത് തിരിച്ചും അവിടുത്തെ ആളുകളുടെ സാമുദായികമായിട്ടുള്ള സന്തുലിതാവസ്ഥ വരെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഡാറ്റ, ആ ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ ഒരു പാർട്ടിക്ക് അവിടുത്തെ വിജയ സാധ്യതകളെക്കുറിച്ചും അവിടെ ഉള്ള മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതായത് ആർക്ക് എങ്ങനെ വിജയിക്കാം, എത്ര ഡബിൾ വോട്ടുകൾക്ക് സാധ്യതയുണ്ട്, അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഈ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. എനിക്ക് കൃത്യമായ ഒരു ധാരണയുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പണസമ്പാദനത്തിനപ്പുറത്ത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരണമെന്നുള്ള യാതൊരുവിധ താല്പര്യവും അദ്ദേഹത്തിനുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ചിലപ്പോഴേ ഈ ചാരപ്പണിയൊക്കെ എടുക്കുന്ന പരിപാടി ഉണ്ട്. ഇപ്പം ഇറാനകത്ത് ഇസ്രായേലിന്റെ മൊസാദിന്റെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, ഒരു ദിവസം കൊണ്ട് കയറി അടിച്ച് ശരിയാക്കുമ്പോൾ അവരുടെ ആൾക്കാർ പല വേഷം കെട്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അജിത് ഡോവൽ കുറെ കാലം പാകിസ്ഥാനിൽ പോയിട്ട് ഈ സ്പൈ വർക്ക് നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ സുനിൽ കനകലു കോൺഗ്രസിൻ്റെ അടുത്തും പൈസ മേടിക്കുന്നുണ്ട്, സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് പൈസ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ BJPയുടെ അടുത്ത് പൈസ മേടിച്ചു എന്നുള്ളത് സംശയമുണ്ട്.
കാരണം കോൺഗ്രസിനെ നശിപ്പിക്കേണ്ടത് BJP-യുടെ ആവശ്യമാണ്. സുനിൽ കനകൂലിനെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഇവർ നശിക്കുകയും ചെയ്യും. കാരണം പൈസയുടെ ആർത്തിയുള്ളവർ എവിടെ നിന്നും പൈസ മേടിക്കും. രണ്ടിടത്തും പൈസ മേടിച്ചിട്ടൊക്കെ പണിയെടുക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു പണിയാണോ പുള്ളി എടുക്കുന്നതെന്നുള്ളത് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം പുള്ളിയുടെ ട്രാക്ക് ഹിസ്റ്ററി നോക്കണം. ട്രാക്ക് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പുള്ളി അത്ര വലിയ സംഭവമൊന്നുമല്ല. പ്രശാന്ത് കിഷോർ ബീഹാറിൽ നന്നായി വർക്ക് ചെയ്തിരുന്നു, ഗുജറാത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു. മോദിയെ അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശരിക്കും പണിയെടുത്തിരുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കുന്നതിലൊക്കെ പ്രത്യേകമായിട്ട് പങ്കുവച്ച ആൾ തന്നെയാണ് പ്രശാന്ത് കിഷോർ. ഒരേ സമയം ഒരു സ്റ്റേറ്റിലെടുക്കുന്ന പോളിസി അല്ല അടുത്ത സ്റ്റേറ്റിലെടുക്കുന്നത്. അതായത് PR വർക്കും കാര്യങ്ങളും ഈ സ്ട്രാറ്റജിയും ഒക്കെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ ചിലപ്പം കേരളത്തിൽ CPM-ന്റെ അടുത്ത പൈസ മേടിച്ചിട്ട് CPM-ന് വേണ്ടി നിൽക്കും. അതേസമയം ബംഗാളി മമതയുടെ കൂടെ നിൽക്കും. അതേസമയം ഉത്തർപ്രദേശിൽ ചിലപ്പം പിന്നെ അഖിലേഷ് യാദവിന്റെ കൂടെ നിൽക്കും. യോഗി ആദിത്യനാഥിനോട് ചെയ്യും. കാരണം പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ അതിനകത്ത് തെറ്റുണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പക്ഷേ പൈസ മേടിച്ചാൽ ആ പണി കൃത്യമായിട്ട് എടുക്കണം. പണി കൃത്യമായിട്ട് എടുത്തതിന്റെ ഒരു ട്രാക്ക് ഹിസ്റ്ററി ഇദ്ദേഹത്തിനില്ല. സുനിൽ കനകൂലിന് തെലങ്കാനയിലുണ്ട്. രേവന്ത് റെഡ്ഡിയെ കൊണ്ടുവന്നതിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ട്. അന്ന് അത് അദ്ദേഹത്തിന്റെ തുടക്ക കാലഘട്ടമായിരുന്നു. ആ തുടക്ക കാലഘട്ടത്തിൽ അദ്ദേഹം അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഈ കർണാടക തെരഞ്ഞെടുപ്പിൽ അവിടെ DK ശിവകുമാറിനും സിദ്ധാരാമയ്യയും കൊണ്ടുവന്നിരിക്കുന്ന അവരുടെ നടത്തിയിട്ടുള്ള പഠനങ്ങളുടെയും അവർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതികളുടെയും അടിസ്ഥാനത്തിൽ മാത്രമാണ് അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അല്ലാണ്ട് സുനിൽ കനകുലുവിന്റെ തള്ളൽ കൊണ്ടല്ല അധികാരത്തിൽ വന്നേക്കുന്നത്. അല്ല, കർണാടകയിൽ DK ശിവകുമാറിന്റെ മസിൽ പവറും പൈസയും അതിന്റെ കൂടെ സിദ്ധരാമയ്യ എന്ന് പറയുന്ന ആള് പിന്നെ വെക്കാൻ പറ്റിയ ഫേസ് ആയിരുന്നു. ഇപ്പൊ പ്രായമായതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചില കുഴപ്പങ്ങളൊക്കെ പറ്റുന്നുണ്ട്. സിദ്ധരാമയ്യ കാരണം ദേവഗൌഡയുടെ കൂടെ ഉണ്ടായിരുന്നതാണ്, അവിടുന്ന് വിട്ടുപോയിരുന്നു. പിന്നെ അവിടെ ഈ വക്കലിംഗയും ലിംഗായത്തും ഇതൊക്കെ വലിയ ഘടകമാണ്. അപ്പൊ ആ ഇക്വേഷൻസ് ഒക്കെ നോക്കിയിട്ടാണ് കർണാടകയ്ക്കകത്ത് വരുന്നത്. അതിപ്പം തെലങ്കാനയിലും ആന്ധ്രയിലും ഒക്കെ ഉണ്ട് ഈ റെഡ്ഡി മൂർത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ. അപ്പം അങ്ങനെയുള്ളൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നു. ഇപ്പുറത്ത് BJP-ക്ക് പറ്റിയ കുറേ കുഴപ്പങ്ങളും ഉണ്ട്. അവർ കഴിഞ്ഞ തവണത്തെ ഭരണം വളരെ മോശമായിരുന്നു കർണാടകയിൽ. പക്ഷേ ഇവരിപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിൽ ഇത്തവണ അവർക്ക് ഭരണം പിടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ തീർന്നു ഇന്ത്യയിൽ. പിന്നെ കർണാടകയിലും തിരിച്ചുവരവുണ്ടാവില്ല, തെലങ്കാനയിലും തിരിച്ചുവരവുണ്ടാവില്ല. അതേസമയം കേരളത്തിൽ ഭരണം 2026 പിടിക്കാൻ പറ്റിയാൽ മാത്രമേ കോൺഗ്രസ് എന്നുള്ള പാർട്ടി ഇന്ത്യയിലും ഉണ്ടാവുകയുള്ളൂ. ബാക്കി എല്ലാം പോയി, രാജസ്ഥാൻ പോയി, പഞ്ചാബ് പോയി, എല്ലാം പോയി പുറത്ത് നിൽക്കുക. ദില്ലി കുറേ കാലങ്ങളായിട്ടില്ല. ദില്ലി അരവിന്ദ് കെജ്രിവാൾ വഴി അതിപ്പോൾ BJP-യുടെ കോട്ടയായിട്ട് മാറി. ഇപ്പം ഇങ്ങനെ ലോക്സഭയിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത്, കാരണം എല്ലാ കാലത്തും ഉടായ്പ രാഷ്ട്രീയം വിജയിക്കില്ല. പിന്നെ വൈദ്യുതി ഫ്രീ, എല്ലാം ഫ്രീ എന്ന് പറഞ്ഞിങ്ങനെ കൊടുത്തിട്ടൊന്നും രാഷ്ട്രീയം വിജയിക്കും. പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് എന്ന് പറയാൻ പറ്റത്തില്ല. രാജ്യത്തിന് തന്നെ നഷ്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതെ. നമ്മൾ ജനങ്ങളെ മടിയന്മാരാക്കുന്ന സംവിധാനമാണ്. സഹായിക്കേണ്ടവരെ സഹായിക്കണം. പക്ഷേ അല്ലാതെ പോയിട്ട് എല്ലാം ഫ്രീ എന്ന് പറഞ്ഞു കൊടുക്കുക, ബസ്സും ഫ്രീ, എങ്ങോട്ടും യാത്ര ചെയ്യുക, മെട്രോ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജ്യത്തിന് കൺസ്ട്രക്റ്റീവായിട്ടുള്ള സൃഷ്ടിപരമായ ഒരു രാഷ്ട്രീയമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ സുനിൽ കനകൂലിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ സുനിൽ കനകൂല് തെലങ്കാനയിലെ എനിക്കറിയില്ല, CP പറയുന്നു. പക്ഷേ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് പുള്ളി പൈസ മേടിക്കുക എന്നുള്ള സ്ഥാനത്തിലേക്ക് മാത്രമാണ് പോകണം. ഇവർ ചെയ്യേണ്ടത് സുനിൽ കനകൂലു നിലമ്പൂര് VS ജോയി ആയിരുന്നു പറഞ്ഞെന്ന് തോന്നുന്നു. അതോ അവർ വേറെ ഏജൻസി അവരോട് ഡാറ്റ അനലിറ്റിക്സ് നടത്തിയിരുന്നു, അത്രമാത്രമേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു റെക്കമെൻഡേഷൻ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കും. ഇതിനകത്ത് ഏറ്റവും വിചിത്രമായിട്ടൊരു കാര്യം എന്താ അറിയോ, ഇവർ നടത്തുന്ന കാര്യങ്ങളൊന്നും സംസ്ഥാനത്ത് ഒരാൾക്കും അറിയത്തില്ല. വളരെ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ഇത് നടത്തുന്നത് എന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഇതിന്റെ തട്ടിപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് The Fourth എന്ന് പറയുന്ന ഇപ്പൊ പൂട്ടിപ്പോയ ഒരു ചാനലുണ്ടല്ലോ, ആ ചാനലിലെ ഒരു വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ഇവര് കേരളത്തിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി എടുത്തിരുന്നു. പക്ഷെ അദ്ദേഹം വാർത്തകൾ ചോർത്തി നൽകുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മാറ്റിക്കളഞ്ഞു. മാറ്റിക്കളഞ്ഞിട്ട് ഇപ്പൊ തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരു ശ്രീറാം അന്നുകൊണ്ട് ഒരു ശ്രീറാമാണ് കേരളത്തിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ശ്രീറാമിനെ സംബന്ധിച്ച് ശ്രീറാം നടത്തുന്നത് ഈ ഒരു നെഗോഷിയേഷൻ കച്ചവടമാണ്. അതിനുശേഷം ഈ പാർട്ടിക്ക് മുമ്പിൽ, കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിലും കോൺഗ്രസ് ഹൈക്കമാൻഡിന് മുമ്പിലും ഒക്കെ ഇതേപോലെയുള്ള ഡാറ്റകൾ, വെറുതെ ഫേക്ക് ഡാറ്റാസ്, അതായത് പബ്ലിക് ഡൊമൈനിൽ ഇപ്പം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പേഴ്സണൽ സ്റ്റാഫിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കോ വേണമെങ്കിൽ ഗൂഗിളിൽ ഇരുന്ന് കഴിഞ്ഞാൽ അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഡാറ്റ, ആ ഡാറ്റ ഉണ്ടാക്കിയിട്ട് ആ ഡാറ്റ പ്രസന്റ് ചെയ്തിട്ട് ഇത് ഇത്ര പെർസെൻറ്റേജ് അവിടെ, അത്ര പെർസെൻറ്റേജ് അവിടെ എന്നുള്ളതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു പഠനമില്ലാതെയാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് പറഞ്ഞാൽ ഇവർ പറയുന്ന ഒരു കാര്യങ്ങൾക്കും ആധികാരികമായിട്ട് കോൺഗ്രസിനെ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ കോൺഗ്രസ് ഇവർ പറയുന്നത് കേട്ട് വിശ്വസിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് നീക്കിയാൽ, 2026 നീക്കിയാൽ സംഭവിക്കുന്നത് കോൺഗ്രസിന്റെ ഉള്ള ഒരു വൻ പരാജയമായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് റിജിൽ മാക്കുറ്റി തോൽക്കും. നമ്മൾ റിജിൽ മാക്കുറ്റി അങ്ങനെ എടുത്തു പറയുന്നല്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ കണ്ടതിനകത്ത് ഉള്ള ഒരു സംഭവമാണ് പറഞ്ഞത്. കാരണം റിജിൽ മാക്കുറ്റിയും റിയാസ് മുക്കോളിയൊക്കെ പരാജയപ്പെടാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളാണ് എന്ന് പറയുന്ന
ഒരു സുനിൽ കനകുലുവിനെ കുറിച്ച് ഒരുപക്ഷെ ഇനിയിപ്പോൾ സുനിൽ കനകുലു ഈ രണ്ട് പേര് പറയത്തില്ലായിരിക്കും, വേറെ ഒരുപാട് പേരുകളുണ്ട്. ആ പേരുകളെ കുറിച്ചൊക്കെ നമ്മൾ അതാത് സമയത്ത് വളരെ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഡിഫെൻഡ് ചെയ്ത് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി പറ്റും. അതിനുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് എന്ന് കരുതുക. അപ്പോൾ എനിക്ക് തോന്നുന്നു വി ഡി സതീശൻ, പാവം പിടിച്ച വി ഡി സതീശൻ വാ തുറന്ന് അലറിക്കിടന്ന് പറയുന്നുണ്ട് ഈ 2026 തെരഞ്ഞെടുപ്പിൽ 100 സീറ്റുകളുമായിട്ട് UDF അധികാരത്തിൽ വരുമെന്ന്. ഈ സുനിൽ കനകുലു പറഞ്ഞ വാക്ക് കേട്ടിട്ടാണെങ്കിൽ അത് ഭൂലോക വിഡ്ഢിതരായിട്ട് മാറത്തില്ലേ? പിന്നെ ഇപ്പോൾ റിയാസ് മുക്കോളിയുടെ കാര്യം പറഞ്ഞു. റിയാസ് മുക്കോളി കഴിഞ്ഞ തവണ പട്ടാമ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ടതാണ്. റിജിൽ മാക്കുറ്റി പണ്ടൊന്ന് അത് തലശ്ശേരിയിലാണ് മത്സരിച്ച്, പിന്നെ കോടിയേരിക്കെതിരെ എങ്ങാണ്ടും മത്സരിച്ചത്. അത് പിന്നെ നേർച്ച കൂടിയായിട്ട് കൊണ്ട് നിർത്തിയ ആ ചെറുപ്പക്കാരനൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിതം കുറെ രാഷ്ട്രീയത്തിന് വേണ്ടി കൊടുത്തതാണ്. കണ്ണൂരാണ് അടികൊണ്ടിട്ടുള്ളത്. എന്തൊക്കെ പറയുമ്പോൾ നമ്മൾ കുറെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ റിജിൽ മാക്കുറ്റിയെ കണ്ണൂർ മണ്ഡലത്തിലോ ഏതെങ്കിലും മണ്ഡലത്തിൽ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ജയിച്ചു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു സഹതാപം വരും ആളുകൾക്ക്. പിന്നെ ഒരുപാട് സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടെന്നാണ് എനിക്കറിയാൻ പറ്റുന്നത്. ഇപ്പം ബിസിനസ്സൊക്കെ നടത്തിയിട്ടാണ് ജീവിക്കുന്നത്. ജീവിതം ഇതിനു വേണ്ടി കൊടുത്തതാണ് കേസ് കാലഘട്ടം തൊട്ട്. അന്ന് വൈസ് പ്രസിഡന്റ് ആകുമ്പോൾ കൂടെ പ്രസിഡന്റായിരുന്ന ഷാഫി പറമ്പിൽ വർക്കിംഗ് പ്രസിഡന്റായി, MP ആയി, MLA ആയി, ഒക്കെയായി. അതിനുശേഷം വന്നിട്ടുള്ള BS ജോയി DCC പ്രസിഡന്റായി. അടുത്ത തവണ നല്ലൊരു സീറ്റിൽ പ്ലേസ് ചെയ്യപ്പെടും. അപ്പം ഇങ്ങനെ പണിയെടുക്കുന്ന ആളുകളെയൊക്കെ കൊണ്ടുവരണം. ആ കാര്യത്തിലൊക്കെ CPM നല്ല ശ്രദ്ധ വെക്കുന്നുണ്ട്. ഇവരാദ്യം ചെയ്യേണ്ടത് സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് നല്ല ഒരു സംവിധാനം അവർക്കുണ്ടാവണം. അവർക്ക് അവരുടെ പ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കുക ആദ്യം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് ഭരണം പിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ നടത്തും. എല്ലാ സംവിധാനങ്ങളും കൃത്യമായിട്ട് അവർക്കുണ്ട്. അന്ന് കേരളത്തിലെ ഏറ്റവും നല്ല സംവിധാനങ്ങളുള്ള ഒരു പാർട്ടിയായിട്ട് മുസ്ലിം ലീഗ് മാറിയിട്ടുണ്ട് CPM കഴിഞ്ഞ് കഴിഞ്ഞാൽ. പിന്നെ CPI പിന്നെ കൂട്ടത്തിലങ്ങ് പോയിക്കോളും. പക്ഷേ CPIയുടെ കയ്യിലുള്ള ഈ സീറ്റൊക്കെ വേണമെങ്കിൽ പിടിക്കാവുന്നതാണ്. റിയാസ് മുക്കോളിയൊക്കെ കഴിഞ്ഞ 5 വർഷമായിട്ട് അവിടെ തന്നെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. വീണ്ടും ആ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ പൊളിറ്റിക്കൽ കില്ലിങ് ചെയ്ത് അവർക്ക് വേണമെങ്കിൽ ചോദിച്ച പൈസ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിന് മെമ്പർഷിപ്പ് ഉള്ളതാണ്. ഈ മെമ്പർഷിപ്പിലെല്ലാം ഇവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളും ഒക്കെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. പ്രാദേശികമായിട്ട് ഇത് സോർട്ട് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോസസ്സ് ഒന്നുമല്ല. ചെറിയൊരു സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ ഇവർക്ക് നിയോജക മണ്ഡല അടിസ്ഥാനത്തിലും മണ്ഡലാടിസ്ഥാനത്തിലും ബൂത്ത് അടിസ്ഥാനത്തിലും ഒക്കെ തങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ ലിസ്റ്റ് അല്ലെങ്കിൽ കേഡറുകളുടെ ലിസ്റ്റൊക്കെ വേർതിരിച്ചെടുത്തിട്ട് അവരുടെ ഇടയിൽ ഒരു അഭിപ്രായ സർവേ നടത്തി ഒക്കെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പറ്റുന്ന രീതികളുണ്ട്. പക്ഷേ ഇത് രഹസ്യ സ്വഭാവത്തോടുകൂടി. ഇതാണ് CP മാത്യു കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫിനെ വേദിയിലിരുത്തിക്കൊണ്ട് ചോദിച്ചത്. ഈ പറയുന്ന സർവേ ആരാണ് നടത്തുന്നത്? ഞങ്ങളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതിനൊറ്റക്കാരോട് സർവേ ഒന്നുമില്ല. ഇവർ ഗൂഗിളിൽ ഇരുന്ന് സെർച്ച് ചെയ്യും, ആ ആളെക്കുറിച്ച് സെർച്ച് ചെയ്യും, ആ ആളുടെ ഫേസ്ബുക്കിൽ കയറും, ഫേസ്ബുക്കിനിടയിൽ ഇയാളെക്കുറിച്ച് നെഗറ്റീവാണോ പോസിറ്റീവാണോ വന്നിരിക്കുന്നത് നോക്കും. ഒരു ഉദാഹരണം പറയും. ഇപ്പോൾ ഷാഫി പറമ്പലിനെ തന്നെ എടുക്കുക. ഷാഫി പറമ്പലിൻ്റെ ഒരു പ്രൊഫൈല് ഒരാൾ കർണാടകയിൽ ഇരുന്നുകൊണ്ട് ചെക്ക് ചെയ്യാന്ന് ഇരിക്കുക. അപ്പോൾ അദ്ദേഹത്തിന് എതിരായിട്ട് ഹേറ്റ് ക്യാമ്പയിൻ നടത്തുന്ന DYFIക്കാരുണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെ പച്ച തെറിയായിരിക്കും എല്ലാവരും എഴുതുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് കർണാടകയിൽ ഇരുന്നു കൊണ്ട് പ്രൊഫൈലിൽ ഇത് ചെയ്യുന്ന ആൾ പറയാണ്, ഇയാൾക്ക് ജനസ്വീകാര്യനല്ല, ഇയാൾ എതിരാണ്, ജനങ്ങൾ ഇയാൾക്കെതിരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും അവർക്ക് ഉണ്ടാവണ്ടേ? അല്ല, ഇതിനകത്ത് പിന്നെ ഇവരുടെ കയ്യിൽ തന്നെ വീട്ടിൽ സ്വർണം വെച്ചിട്ട് ഇവർ ഈ ചപ്പും ചവറും തെരഞ്ഞു പോകേണ്ട കാര്യമില്ല. KC വേണുഗോപാൽ മോശമാണോ? KC വേണുഗോപാലിന് ഇലക്ഷൻ സ്ട്രാറ്റജിയൊക്കെ അറിയാവുന്ന ആളാണ്. കേരള രാഷ്ട്രീയത്തിനകത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. VD സതീശൻ പലപ്പോഴും തെളിയിച്ചതാണ്. തുടർച്ചയായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലും ബാക്കിയുള്ള തെരഞ്ഞെടുപ്പിലും ഒക്കെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അടൂർ പ്രകാശ് പിന്നെ വളരെ വിദഗ്ധനാണ് അതിനകത്ത്. സണ്ണി ജോസഫ് പേരാവൂർ പോയിട്ട് അവിടെ ശൈലജ ടീച്ചർ മുമ്പ് MLA ആയിരുന്നു, ആ സീറ്റ് പോയിട്ട് പിടിച്ചെടുത്ത ആളാണ്. ഇങ്ങനെയുള്ള ആളുകൾ തന്നെ മതി. ഷാഫി, സണ്ണി ജോസഫ്, അടൂർ പ്രകാശ്, K മുരളീധരൻ, രമേശ് ചെന്നിത്തല, ഇവരൊക്കെ രാഷ്ട്രീയ തന്ത്രജ്ഞന്മാരാണെന്ന് എന്തിനേറെ പറയുന്നത്. കാരണം ഈ പീതാംബരക്കുറുപ്പ് എന്നൊക്കെ പറയുന്ന K കരുണാകരന്റെ കൂടെ നടന്ന ആളുകളൊക്കെ ഉണ്ട്. ഇവരെയൊക്കെ കൊല്ലം ജില്ലയിലേക്ക് വീണ്ടും കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊല്ലത്തിന്റെ ഓരോ നാഡി ഇടുപ്പുകളും അറിയാവുന്ന ആളുകളാണ് ഇവരൊക്കെ. അതോടൊപ്പം തന്നെ ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ അജയ് തറയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഇലക്ഷൻ മാനേജറാണ് അദ്ദേഹം. N വേണുഗോപാൽ, K ബാബുചേട്ടനൊന്നും വയ്യാത്ത അവസ്ഥയിലെത്തി. ഈ പറഞ്ഞ ബെന്നി ബെഹനാനും കുറെ ആളുകൾക്കൊക്കെ എതിർപ്പുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെന്നി ബെഹനാനും നല്ലൊരു ഇലക്ഷൻ മാനേജറൊക്കെ തന്നെയാണ്. അതിനകത്തൊരു സംശയമൊന്നും വേണ്ട. കാരണം ഉമ്മൻചാണ്ടിയുടെ വലങ്കയായിട്ട് നടന്നയാളാണ്. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ആരായിരുന്നു? K കരുണാകരനെ വലിച്ചു താഴെയിട്ട് അത്രയും വലിയ രാഷ്ട്രീയ തന്ത്രജ്ഞത കാണിച്ച ഒരു വ്യക്തിത്വത്തിനുടമയാണ് ഉമ്മൻചാണ്ടി സാർ എന്ന് പറഞ്ഞാൽ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരിലൊന്നും വിശ്വാസമില്ലാതെ ഒരു സുനിൽ കനകുലു ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാരെ പറ്റിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു കലിപ്പ് വരുന്നില്ലേ? ഇവർ ശ്രദ്ധിക്കേണ്ടത് ഇവർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ ഒരുമിച്ച് കൂടിയിരുന്ന് ടീം വർക്ക് നടത്താൻ തീരുമാനിക്കണം. ഇത് ഒരുത്തം മറ്റവനെ വെട്ടാൻ നിൽക്കുകയാണ്. അതാണ് എൻ്റെ പ്രശ്നം. എല്ലാവർക്കും ഇപ്പോൾ CM കാൻഡിഡേറ്റ് ആവുന്നതിന്റെ ഭാഗമായിട്ടാണ് ലീഡർഷിപ്പ് നിൽക്കുന്നത്. അങ്ങനെ ചെയ്യാതെ ഭരണം പിടിക്കുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം. ഭരണം പിടിക്കണം എന്നുണ്ടെങ്കിൽ പറ്റിയ സ്ഥാനാർത്ഥികളെ, ജനകീയരായ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നിടണം. CPM പിലപ്പോഴും വിജയിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എത്ര സീറ്റ് പിടിക്കണം? ഇനി അവർ പിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ 10-29 സീറ്റ് പിടിക്കണം. അത് പിടിച്ചാലേ ഭരണത്തിലെത്താൻ പറ്റുള്ളൂ. ഈ 2011 തുടങ്ങി 2021 വരെയുള്ള 2011, 2016, 2021 അങ്ങനെ നടന്നിട്ടുള്ള 3 തെരഞ്ഞെടുപ്പുകൾ
ഈ 3 തെരഞ്ഞെടുപ്പുകളിൽ LDF-ന് തുടർച്ചയായി 61 മണ്ഡലങ്ങളിൽ വിജയിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതേ സമയത്ത് UDF-ന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത് തുടർച്ചയായി വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത് 30 മണ്ഡലങ്ങളിലാണ്. ഈ 30 മണ്ഡലങ്ങളിൽ പകുതിയിലേറെ വിജയിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗാണ്. അതിനും താഴെയാണ് കോൺഗ്രസിന്റെ വിജയം. അത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ 2016 തെരഞ്ഞെടുപ്പിൽ M സ്വരാജ് തൃപ്പൂണിത്തുറയിൽ നിന്ന് വിജയിക്കുന്നു. 2021 K ബാബു തൃപ്പൂണിത്തുറ വിജയിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ഇതുവരെയും മനസ്സിലാക്കാതെ ഈ കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ കിടന്ന് പറയുമ്പോൾ ഒരു സുനിൽ കനകലുവിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട്, ഇപ്പൊ സുനിൽ കനകലുവിനെ അല്ല VD സതീശൻ ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം 2026 എന്തൊക്കെയോ മാസ്റ്റർ പ്ലാൻ കോൺഗ്രസിനുണ്ട്. മറിച്ച് സുനിൽ കനകലുവിന് വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഈ VD സതീശൻ ഈ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നതെങ്കിൽ അദ്ദേഹം വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അല്ല, സുനിൽ കനകൂലിനെ അങ്ങനെ വീഡിയുടേതായിട്ടുള്ളൊരു കണ്ടെത്തലാവില്ല എനിക്ക് തോന്നുന്നത്. അത് രാഹുൽ ഗാന്ധി ത്രൂ ആയിരിക്കും ഈ കാര്യം വന്നിട്ടുള്ളത്. പുള്ളിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലല്ലോ. ഇവർ ചെയ്യേണ്ടത് ഇയാൾക്ക് കൊടുക്കുന്ന കോടികൾക്ക് പകരം ആ ഫണ്ട് റൈസ് ചെയ്ത് പ്രവർത്തകരെ കുറച്ചുപേരെ ഫുൾ ടൈം പ്രവർത്തകരാക്കി മാറ്റുക. ജോസഫ് ഗ്രൂപ്പിന്റെ ഷിബു തെക്കുംപ്രോ ഒക്കെ കോതമംഗലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ അവരുടെ പുള്ളിക്ക് സ്വന്തമായിട്ടുള്ള സംവിധാനമുണ്ട്. നമ്മുടെ പെരുമ്പാവൂർ MLA സീറ്റ് കിട്ടുമില്ലെന്ന് അറിയത്തില്ലെങ്കിലും എൽദോസ് എല്ലാ മണ്ഡലം പ്രസിഡന്റുമാർക്കും മാസം 5000 രൂപ വെച്ച് ശമ്പളം കൊടുക്കാൻ തീരുമാനിച്ചു. അതെ അതെ അതെ, ഞാൻ പറയുന്നത് കുറച്ച് ഫുൾ ടൈമേഴ്സിനെ ഉണ്ടാക്കണം. CPM-ന് ആ സംവിധാനമുണ്ട് കേരളത്തിൽ. BJP-ക്ക് RSS എന്ന് പറയുന്ന വലിയ സംവിധാനമുണ്ട്. മുസ്ലിം ലീഗിന് പിന്നെ ഇപ്പോൾ അവർക്ക് തന്നെ കയ്യിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് നിലവിൽ. കോൺഗ്രസ് ഇപ്പോഴും വായി നോക്കിയിരിക്കുക. കാരണം ഇവന്മാർ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഇവര് ഓരോ പഞ്ചായത്തിലും 5 or 6 ആളുകളെ വീതം നിയോഗിക്കുക, ഫുൾ ടൈമേഴ്സായിട്ട് നിയോഗിക്കുക. ഫുൾ ടൈമർ ആവണമെന്നില്ല, ചെറിയ അലവൻസ് ഒക്കെ കൊടുത്തിട്ട് നിർത്തിയാൽ മതി. അങ്ങനെ ഈ പൈസ ചെലവഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളുമായിട്ട് അവർ ബന്ധമുണ്ടാക്കുക. അങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെയും കൂടി ആനുകൂല്യം കിട്ടിയിട്ട് അവർക്ക് ഭരണം പിടിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ഇവരെ ആലോചിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഇവര് അവിടെ നിന്ന് വലിയ സാധനമൊന്നും പറഞ്ഞ് ഇറക്കിക്കൊണ്ടിരിക്കുക. അയാൾക്ക് ഇവിടുത്തെ പൾസ് പോലും അറിയത്തില്ല, ഇവിടുത്തെ മനുഷ്യരുടെ മനസ്സ് വായിക്കാൻ അറിയത്തില്ല. എവിടെയെങ്കിലും ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് ആലോചിച്ച് സെർച്ച് ചെയ്തിട്ട് റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുന്നു. ഒരു പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറയുന്ന സാധനം, അതൊരു വിഷൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്, അത് കൃത്യമായിട്ട് വർക്ക് ചെയ്തുണ്ടാക്കേണ്ടത്. അവർ ഇലക്ഷൻ മാനിഫെസ്റ്റോയ്ക്കകത്ത് കൊടുക്കേണ്ട വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്നുള്ളത് പോലും ശരിക്കും ആലോചിച്ച് പഠിച്ച് ചെയ്യണം. ഈ പ്രശാന്ത് കിഷോറിന്റെ ഒരു ശൈലി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സംസ്ഥാനത്തിന്റെ പൊളിറ്റിക്കൽ മാനേജ്മെന്റ് അദ്ദേഹത്തിന്റെ കമ്പനിയാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏകദേശം 10,000-ഓളം, ഏറ്റവും കുറഞ്ഞത് ഒരു 10,000-ഓളം ആളുകൾ വോളണ്ടിയേഴ്സിനെ അദ്ദേഹം ഓൺലൈനിലൂടെ ആളുകളെ ഇൻവൈറ്റ് ചെയ്യും. അതിനുശേഷം ആർക്ക് വേണമെങ്കിലും അതിനകത്ത് വോളണ്ടിയറായിട്ട്, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അതിനകത്ത് വോളണ്ടിയറായിട്ട് ചേരാൻ വേണ്ടി പറ്റും. ഈ വോളണ്ടിയർമാർ നടത്തുന്ന സർവേകളുടെ അടിസ്ഥാനത്തിൽ, അവർ നടത്തുന്ന അവലോകനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രശാന്ത് കിഷോർ ഒരു ഫൈനൽ റിപ്പോർട്ട് ആ പൊളിറ്റിക്കൽ പാർട്ടിക്ക് കൊടുക്കുന്നത്. പക്ഷേ സുനിൽ കനകലു എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തെങ്കിലും ഒരു വോളണ്ടിയറിനെങ്കിലും വിളിച്ചതായിട്ട് നമുക്കൊന്ന് കാണാൻ പറ്റുമോ? ഇതല്ലേ പറയുന്ന ആളുകൾക്ക്. ഇപ്പോൾ നമ്മുടെ ഇടുക്കിയിലെ ഇദ്ദേഹം പറഞ്ഞ പോലെ എവിടെ പോയിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു ഡാറ്റ എടുത്തിട്ടുള്ളത്? എവിടെ ചെന്നിട്ടാണ് ഇവർക്ക് അവിടെ ഇരിക്കുമ്പോൾ തോന്നുന്നത് ആരെടുത്താ പൈസ ഉള്ള അവനെ സ്ഥാനാർത്ഥിയായിട്ട് പ്ലേസ് ചെയ്യാം എന്നുള്ളത് നോക്കുക. പൈസ ഇല്ലാത്തവരൊന്നും വരണ്ട എന്നുള്ളത്. അതിന് പുറമെ ഈ പാർട്ടിയുടെ പൈസ അടിച്ചെടുത്തുകൊണ്ട് പോകുക. ഒന്നാമത് അവർക്ക് ഫണ്ടില്ലാണ്ടിരിക്കുക. ഇപ്പോൾ പഴയ പോലെ ഫണ്ടൊന്നും കിട്ടാനില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് മറ്റേ ബൈജൂസിനെ വീട്ടിൽ കയറ്റിയ രാജേന്ദ്രൻ വെള്ളപ്പലത്ത് UDF-ന്റെ ഘടകകക്ഷിയായിട്ട് വരുന്നതും കേരള പ്രവാസി അസോസിയേഷൻ, റജി ചെറിയാൻ കുട്ടനാട് സീറ്റിന് വേണ്ടി നടക്കുന്നതും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടാണെന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇവരെയൊക്കെയാണ് സുനിൽ കനകലുവിന്റെ മുമ്പിലുള്ള വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ കച്ചവടം മാത്രം നടത്തുമ്പോൾ, പണിയെടുക്കാതെ കച്ചവടം മാത്രം നടക്കും. പിന്നെ ഇയാളുടെ കപ്പാസിറ്റി ഒന്ന് നോക്കണം. ഇപ്പം തെലുങ്കാനയിലെ കാര്യം പറഞ്ഞത് ശരി, പക്ഷേ ഒരാൾ റോങ്ങായ വഴിക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് ഇവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ സ്ഥാനാർത്ഥി നിന്നാൽ തോക്കും എന്നുള്ള മെസ്സേജ് കൊടുക്കുക, മറ്റേ ആളാണ് നല്ലത്, മറ്റോ പൈസ തന്നു. അപ്പോൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് മത്സരിച്ചാൽ മതി നിങ്ങളുടെ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. മത്സരിക്കുന്നവരെല്ലാവരും ജയിക്കുന്നതന്നെ പ്രതീക്ഷിച്ചാണല്ലോ മത്സരിക്കുന്നത്. പക്ഷേ സുനിൽ കനകലുവിനെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ UDF ഭയങ്കര തകർച്ചയിലേക്ക് വരും. ആ സമയത്ത് കഴിവുണ്ടായിട്ട് ആ സ്ഥലത്ത് ഏറ്റവും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയെ പൈസ കൊടുക്കാത്തതിന്റെ പേരിൽ പ്ലേസ് ചെയ്യാതിരിക്കുന്ന ഒരു സ്ഥിതി വരുമ്പോൾ റിബലുകൾ ഉണ്ടാകുമ്പോൾ LDF-ന് ഒരു സാധ്യതയില്ലാത്ത മണ്ഡലത്തിൽ UDF-ന്റെ നല്ല റിബലിനെ വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവരും. റിബലായിട്ട് കഴക്കൂട്ടത്തൊക്കെ വാഹിദ് പണ്ട് വിജയിച്ചിട്ടുണ്ട്. 2 മുന്നണികളെയും തോൽപ്പിച്ച് വിജയിച്ചിട്ടുണ്ട്. PC ജോർജ് പൂഞ്ഞാറിൽ 2 മുന്നണികളെയും പരാജയപ്പെടുത്തി വിജയിച്ചിട്ടുണ്ട്. തൃക്കാക്കര ഉമ്മച്ചേച്ചിക്കെങ്ങാനും സീറ്റ് നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി ഇവിടെ. കാരണം തൃക്കാക്കര ഇഷ്ടംപോലെ പൈസയുള്ള ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ വേറെ പലതരത്തിലും സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുള്ള ഒരു സ്ഥലമാണ് തൃക്കാക്കര എന്നുള്ളത്. അങ്ങനെ തൃക്കാക്കരയിൽ എങ്ങനെ ഉമ്മച്ചേച്ചി വിജയസാധ്യതയില്ലാത്ത ഒരു നേതാവാണ്, ഒരു സ്ഥാനാർത്ഥിയാണ് എന്നെങ്ങാനും സുനിൽ കനകലു റിപ്പോർട്ട് എഴുതുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉമ്മച്ചേച്ചി റീപ്ലേസ് ചെയ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, കേരളത്തിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒരേപോലെ കോൺഗ്രസിന് എതിരാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി അവിടെ സൃഷ്ടിക്കപ്പെടാതെ. കാരണം അത് PT തോമസിന്റെ ഭാര്യ എന്നതിനൊക്കെ അപ്പുറത്ത്
ഒരുപാട് വാല്യൂ, അത് പി ടി തോമസ് എന്നുള്ളതിനാണ് വാല്യൂ, പക്ഷെ അതിനേക്കാളൊക്കെ ഒരുപാട് ഉയരത്തിൽ എത്തി നിൽക്കുന്ന ഒരു MLA ആണ് ഉമാ തോമസ് എന്ന് അല്ല, പറഞ്ഞത്. ഉമ്മച്ചേച്ചി സത്യത്തിൽ പിന്നെ KFCന്റെ സജീവ പ്രവർത്തകയായിരുന്നു. അങ്ങനെയാണ് ഇവർ തമ്മിൽ PT യുടെ ഒരു ആരാധന തോന്നി അങ്ങനെ പ്രണയിച്ചു വിവാഹം കഴിക്കുന്നത്. രണ്ടുപേരും മതം മാറാനൊന്നും പോയിട്ടില്ല. തോമസ് എന്നുള്ള പേര് വാലായിട്ട് കൂടെ കൂട്ടിയെന്നേ ഉള്ളൂ. രണ്ടുപേരും മാന്യമായിട്ട് പിന്നെ ജീവിക്കുന്ന ഞാൻ പറയാൻ ആളുകളാണ്. കാരണം വെച്ചാൽ ഈ സുനിൽ കനകലു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ നീക്കുന്നതെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരെങ്കിലും ഇത് നമ്മൾ ധരിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വാർത്ത എന്ന് ചർച്ചയായിട്ട് നമ്മളിവിടെ ചെയ്യുന്നത്. ഇതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞാൻ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് ഉത്തമ ബോധ്യം നമുക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു ചർച്ച എന്നിവിടെ നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസോട് കൂടി. പണ്ടെങ്കോ നമ്മൾ പിടിച്ച ഒരു കൊടിയായതുകൊണ്ടും അതൊക്കെ അതിനൊക്കെ അപ്പുറത്ത് ആ പാർട്ടിയോട് ചെറിയ സ്നേഹമുള്ളത് കൊണ്ടും ഇന്ത്യയിൽ ആ പാർട്ടി നശിച്ചു പോകരുന്നൊരു ആഗ്രഹമൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നു. ഈ പാർട്ടിക്ക് ഒരു നാശം ഉണ്ടാകുന്ന സമയത്ത് ചെറിയൊരു വിങ്ങൽ അല്ലെങ്കിൽ ഒരു തേങ്ങൽ നമ്മുടെയൊക്കെ മനസ്സിനകത്ത് ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഇത് പറയേണ്ടി വരുന്നത്. കാരണം കേരളത്തിൽ CPM-ഉം കോൺഗ്രസും ഒരു തരത്തിലും നശിച്ചു പോകാൻ പാടില്ലാത്ത രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനെന്ന് ഞാൻ കരുതുന്നു. അതേ കാഴ്ചപ്പാട് തന്നെയാണ് രാജേന്ദ്രൻ്റെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, അത് കോൺഗ്രസും പിന്നെ മുസ്ലിം ലീഗും CPM-ഉം BJP-യും ഒന്നും നശിച്ചു പോകരുത് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതെല്ലാം കൂടെ നിൽക്കുമ്പോഴാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഉണ്ടാവുന്നത്. ശക്തമായ പ്രതിപക്ഷം വേണം, തുടർ ഭരണം ഇങ്ങനെ ആവർത്തിച്ച് വന്നു കഴിഞ്ഞാൽ അത് ഏകാധിപത്യ പ്രവണതയിലേക്ക് പോകും. കേന്ദ്രത്തിലാണെങ്കിലും BJP-യുടെ ഭരണമാണെങ്കിലും. പക്ഷേ നമ്മൾ ഇവരുടെ വെൽവിഷേഴ്സ് ആയിട്ട് നിൽക്കുമ്പോൾ ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അവർക്ക് അബോധം ഇല്ല എന്നുള്ളത് പ്രശ്നം. അതുകൊണ്ടാണ് ഈ അണ്ടനെ റോഡിനെ പിടിച്ചു കൊടുത്തിട്ട് ഇതിന്റെ പിന്നെ പൈസയും കൊടുത്ത് പിന്നെ സ്ഥാനാർത്ഥി ലിസ്റ്റ് നശിപ്പിക്കാനും സീറ്റ് വിൽക്കാനും. നമ്മളത് ആലോചിച്ച് നോക്കിയേക്കുക. കാരണം എത്രയോ യൂത്ത് കോൺഗ്രസ്സുകാർ തെരുവിൽ കിടന്ന് തല്ലുകൊണ്ട് അവരുടെ പേരിലൊക്കെ എത്രയോ കേസുകൾ സ്റ്റേഷനിൽ കിടക്കുന്നു. ആ കേസുകൾക്ക് നടത്താൻ പണം കണ്ടെത്താതെ ബുദ്ധിമുട്ടുന്നു. അത് പല ആളുകളെ സഹായിക്കുന്നുണ്ട്. പല കോൺഗ്രസ് നേതാക്കന്മാരും പ്രാദേശികമായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ മുഖമോർത്തിട്ടെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ നിലവിൽ നേതൃത്വം കൈയാളുന്ന ആളുകൾ എന്ന് ഞാൻ പറയുന്നുള്ളൂ. അവർ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കണം, പ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കണം, പ്രവർത്തകരിൽ നിന്ന് അഭിപ്രായം സ്വരൂപിച്ചു വേണം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ. അതല്ലാതെ എവിടെന്നെങ്കിലും കെട്ടിയിറക്കിയ ഒരുത്തൻ ഇവിടെ വന്ന് ആരുടെയെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ ഡാറ്റ തന്ന് കേരളത്തിലെ UDF-നെയും കോൺഗ്രസിനെയും തെറ്റിദ്ധരിപ്പിക്കുവാൻ അല്ലെങ്കിൽ പറ്റിക്കാൻ ശ്രമിച്ചാൽ അതിന് തക്കതായ മറുപടി കൊടുത്ത് അല്ലെങ്കിൽ അടി കൊടുത്ത് കേരളത്തിൽ നിന്ന് പറഞ്ഞുവിടുകയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എൻ്റെ വാദം. യെസ്.